നമസ്കാരം. നമസ്തേ. പ്രതിരോധ ക്ലസ്റ്ററുകളിൽ നിന്ന്, ഡിഫൻസ് ക്ലസ്റ്ററിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യു പിക്കും അതുപോലെ തന്നെ കർണാടകയ്ക്കൊക്കെ വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നു. പക്ഷേ അയൽ സംസ്ഥാനമായ കേരളത്തിന് തഴയുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് കാരണം? എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണോ, അതല്ല ഈ ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കുമോ ഇന്ത്യൻ പ്രതിരോധ വിഭാഗം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോട്ട് നീങ്ങിയത്? കേരളത്തെ തഴഞ്ഞതാണോ, കേരളത്തിന് കേരളത്തിന്റെ സ്വന്തം കേസ് അവിടെ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നാണോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ. എന്നിരുന്നാലും ഫൗസ് പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. ഈ 7 ഡിഫൻസ് ക്ലസ്റ്ററുകൾ ഇന്ത്യയിൽ ആരംഭിക്കാനായിട്ട് പ്രതിരോധ വകുപ്പ് തീരുമാനിക്കുമ്പോൾ അതിൽ കേരളത്തിന്റെ പേരില്ല എന്നുള്ളത് സത്യമാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിന്റെയും കർണാടകത്തിനും ഒക്കെ ക്ലസ്റ്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. യു പിക്കും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും അനുവദിച്ചിട്ടുണ്ട്. ആസാമിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇത് പിന്നെ ദൗർഭാഗ്യവശാൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണ് ഇതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ബ്രഹ്മോസ് മിസൈല് കേരളത്തിലായിരുന്നു ബ്രഹ്മോസിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മിസൈൽ നിർമ്മാണവും കേരളത്തിലുണ്ടായിരുന്നു. മലയാളിയായ ഡോക്ടർ ശിവതാണുപിള്ള ആയിരുന്നു ഈ ബ്രഹ്മോസ് കമ്പനിയുടെ ആദ്യത്തെ ചെയർമാൻ. ബ്രഹ്മോസിന്റെ വിജയത്തിൽ അതീവ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ശിവതാണുപിള്ള. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ ISROയുടെ കാര്യത്തിലും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ കേരളത്തിലാണ്. പക്ഷെ പിന്നീട് വന്ന ISROയുടെ പല വികസന പ്രവർത്തനങ്ങളും പതുക്കെ ഈ സ്ഥാപനം തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ ചിറക് വിരിച്ചപ്പോ കേരളത്തിന് ഇതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിട്ടുണ്ട്. അത് സംശയമൊന്നുമില്ല. ആ ഒരു വിഷയം കേരള സർക്കാരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. 7 ഡിഫൻസ് ക്ലസ്റ്ററുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവദിച്ചു, കേരളത്തിനില്ല എന്ന്. ഈ വിഷയത്തിൽ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ BJP ഘടകം ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിലൊന്നും വേണ്ടിയിട്ടില്ല. വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് പറയാമായിരുന്നു കേരളത്തിനും ഒരു ഡിഫൻസ് ക്ലസ്റ്റർ കേരളത്തിനും ന്യായമായിട്ട് ലഭിക്കേണ്ടതാണ് എന്നുള്ളത്. ആരും മിണ്ടുന്നില്ല. എവിടെയോ കേരളത്തിന് ഫോക്കസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ അതിന്റെ ഒരു ഫലമായിട്ട് അതിന്റെ ഒരു അതർ സൈഡ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ ഒരു അർഹതപ്പെട്ട വിഹിതം നേടിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അജണ്ട, കൃത്യമായ ഒരു ഒരു പരിപാടി, അത് എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ഒരു പ്ലാന് നമ്മുടെ കയ്യിലില്ല. അത് ഒരു ഇപ്പം ഞാന് ഒരു കാര്യം നോക്കുമ്പോൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ വിക്രാന്ത് വരെ നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാർഡ് തീർച്ചയായിട്ടും അതിന് ഒരുപാട് പദ്ധതികൾ ഇപ്പോഴും അവർക്കുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നിൽക്കുന്നു. അതുപോലെ ബ്രഹ്മോസ്, ഇതൊക്കെ ഉള്ളപ്പോൾ നിശ്ചയമായിട്ടും ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പാലക്കാട് ജില്ലയിലെ KSIDC വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിരോധ പാർക്ക്, ഡിഫൻസ് പാർക്ക് അവിടെ ഉണ്ടാക്കിയതാണ്. പക്ഷെ വേണ്ട രീതിയിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നില്ല. പാലക്കാട് ജില്ലയുടെ ഏത് ഭാഗത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. KSIDCയുടെ ഒക്കെ MD ആയിട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് എന്നോട് പറയുന്നത്. പക്ഷെ പതുക്കെ അദ്ദേഹം അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഇപ്പം ഞാനിപ്പോ ഫവസ് ചോദിച്ചപ്പോഴാണ് സാന്ദർഭികമായിട്ട് എനിക്കത് ഓർമ്മ വന്നത്. CG ഗോപാലപിള്ള, CG ആണോ GC ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഇനിഷ്യല്. അദ്ദേഹമാണ് ഇത് എന്നോട് ഒരിക്കൽ പറയുന്നത്. അതായത് ഈ പ്രതിരോധ പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം വന്നപ്പോ അന്ന് പാലക്കാട്ട് ഇത് ഉണ്ടാക്കിയ പ്രദേശത്ത് ധാരാളം ഭൂമി അവൈലബിൾ ആണ്. അപ്പോ അവിടെ അക്വയർ ചെയ്യാനായിട്ട് സർക്കാരിന് ഒരു നിർദ്ദേശം വന്നത് 300 ഏക്കർ എന്തോ ആണ്. അത് വളരെ വേഗത്തിൽ 300 ഏക്കർ അവിടെ അക്വയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു നിർദ്ദേശം അവിടെ ഉണ്ടായി. എന്തുകൊണ്ട് 2000 ഏക്കർ അക്വയർ ചെയ്തുകൂടാ? ഭൂമി ഇവിടെ അവൈലബിൾ ആണല്ലോ. പലരും ഭൂമി വിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് അങ്ങോട്ട് ചെന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ 2000 ഏക്കർ എന്തുകൊണ്ട് അക്വയർ ചെയ്തുകൂടാ എന്നൊരു ചോദ്യം വന്നു. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നത് ഇത് സംഭവിച്ച ഒരുപക്ഷെ 2011 ആ കാലഘട്ടത്തിലായിരിക്കാം, ഉറപ്പില്ല. പക്ഷെ അത് പിന്നീട് ആ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. എന്താ കാരണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നോട്. ശരിക്കും ഇങ്ങനെയുള്ള ദീർഘവീക്ഷണമില്ലായ്മയാണ്
കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കേരളം എപ്പോഴും പറയുന്നത് ഭൂമിയില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. നമുക്ക് എന്തെന്നാൽ ജനസാന്ദ്രത വളരെ ഈ കൂടുതലല്ലേ? അതൊക്കെ തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം. ജനസാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ കേരളം ഉടനീളം അങ്ങനെയല്ല. കേരളത്തിൽ ഈ ജനസാന്ദ്രത ഇങ്ങനെ സാന്ദ്രമായിട്ട് കിടക്കുന്നത് തീരപ്രദേശങ്ങളൊന്നും. ഇടനാടുകൾ എന്ന് പറയുന്ന, അതായത് ഒരു മിഡ്ലാൻഡ്സ് തൊട്ട് സമുദ്രം വരെയുള്ള പ്രദേശത്താണ് ഇത്ര ഡെൻസിറ്റി. ഈ കേരളത്തിന്റെ കിഴക്കൻ ഇപ്പം ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിൽ ഭൂമി വിൽക്കാനുണ്ട്, ധാരാളമുണ്ട്. കോട്ടയം ജില്ല റബ്ബർ തോട്ടങ്ങൾ പലതും ഇന്ന് ആരുടെയെങ്കിലും തലയെ വെച്ച് ഒഴിയാനാണ് പല ആൾക്കാരും ഭൂമി വിറ്റിട്ട് 5-6 ഏക്കറും ഭൂമി വെറുതെ ഇട്ടിട്ട് ആൾക്കാർ വിദേശത്ത് പോയി താമസിക്കുന്നുണ്ട്. അവര് ഭൂമി വിൽക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പല ആൾക്ക് 100-200 വരുന്ന ആ തരത്തിലുള്ള റബ്ബർ തോട്ടങ്ങൾ പലതും വിൽക്കാനുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുണ്ട്, കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കാണത്തില്ല. കാരണം ആലപ്പുഴ ജില്ല ഈ പറയുന്ന ഭൂരിഭാഗം പ്രദേശവും തീരപ്രദേശമായിട്ടുള്ള ഒരു ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ കാണത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ ചില ഭാഗങ്ങളിലുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരും പാലക്കാടും ഒക്കെ തന്നെ ഉണ്ടാകും. ഇത് കേരളത്തിന്റെ ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് യൂണിഫോം അല്ല. ചില പ്രദേശങ്ങളിൽ ജനസാന്ദ്രത കുറവാണ്. അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. സർക്കാരിന്റെ തന്നെ ഭൂമി, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഫൗസിനോട്. സർക്കാരിന്റെ തന്നെ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൊല്ലം നഗരത്തിൽ നിങ്ങൾ വന്നാൽ, കൊല്ലം നഗരത്തിന്റെ മധ്യഭാഗത്ത് പാർവതി മിൽ എന്നൊരു വലിയ സ്ഥലം കണ്ടിട്ടില്ലേ, പൂട്ടിക്കിടക്കുന്നത്? അവിടെ എന്തോ ചെറിയ പ്രവൃത്തി ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ എത്ര ഏക്കർ ഭൂമി അതിനകത്തിലുണ്ട്? എത്ര ഏക്കർ ഭൂമിയുണ്ട്? ഇതുപോലെ പല സ്ഥലങ്ങളിലും സർക്കാരിന്റെ ഉടമസ്ഥയിൽ തന്നെ ഭൂമിയുണ്ട്. ആലപ്പുഴ ജില്ലയിലുണ്ട്, എനിക്കറിയാം. കോമളപുരം സ്പിന്നിംഗ് മിൽ ഇപ്പൊ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. അവിടെ പല വ്യവസായം, ഇപ്പം ഞാൻ ഈ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കാനുള്ള ഭൂമി അവിടുന്ന് കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഈ ഭൂമി ഇല്ല എന്ന് പറയുന്ന ഒരു കള്ളമാണ്. എന്താണെന്ന് വെച്ചാല് കേരളത്തിൽ ഭൂമാഫിയാണ്. കേരളത്തിലെ 2-3 തൊഴിലുകളാണ് ഏറ്റവും എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ജോലി. ഒന്ന്, മണൽ ബ്രോക്കർ ആകുക, മണൽ മാഫിയയുടെ ആളാകുക. 2, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആകുക. 3, സ്വർണം കടത്തുക. അതായത് അധ്വാനിക്കുന്ന ജോലിയല്ല, അധ്വാനം കുറവുള്ള, വലിയ റിട്ടേൺസ് ഉള്ള, ഹൈ റിട്ടേൺസ് ഉള്ള ബ്രോക്കർ പണി. അതാണ് രാഷ്ട്രീയക്കാരും. നിങ്ങൾ ഒരു വ്യവസായം തുടങ്ങാൻ, ലാൻഡ് വാങ്ങിക്കാൻ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇത് ഒരുപക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ മേഖലയെക്കുറിച്ച് അറിവില്ലായിരിക്കാം. നിങ്ങൾ ഒരു കള്ളം പറഞ്ഞാണെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ ഒരു പത്രപ്രവർത്തകര് എന്തുകൊണ്ട് കേരളത്തിലെ മീഡിയ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പോയിട്ട് ഒരു വ്യവസായം തുടങ്ങാനായിട്ട് ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ഭൂമി കാണുക. പെട്ടെന്ന് നിങ്ങൾ അന്തം വിട്ടിരിക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാർ അവിടെ ഈ ഭൂമി നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു 10 പേരെങ്കിലും വരും. ഈ വരുന്ന 10 പേരും പല ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അതായത് ഈ ഭൂമി ഇടപാട് നടക്കുകയാണെങ്കിൽ അവർക്ക് വീതം വേണം. അതിനാണ് അവരവിടെ വരുന്നത്. ഇവരാണ് ഈ ഭൂമി ഇടപാടുകൾ അട്ടിമറിക്കുന്നത്. ഇത് KSIDCയുടെയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ വലിയ വിഷയമാണ് കേരളത്തിൽ. ഭൂമി ഇല്ലാത്തതല്ല, അത് അട്ടിമറിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുള്ള ഇതിന്റെ ഒരു വലിയ, അവർക്ക് ചെറിയ വീതമൊന്നും കിട്ടിയാൽ പോരാ. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ ഭൂമിയുടെ വിലയുടെ അത്രയും തന്നെ വീതം അവർ ചോദിക്കും. 10 കോടി രൂപ നിങ്ങൾ മുതൽ മുടക്കി ഭൂമി വാങ്ങിച്ചാൽ അവർ പറയും ഞങ്ങൾക്കും 10 കോടി വേണമെന്ന് പറയും. ഇതാണ് കേരളത്തിലെ പ്രശ്നം. അതല്ലെങ്കിൽ തമിഴ്നാട്ടിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലെ അല്ല. ഇപ്പൊ ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവര് പറഞ്ഞാൽ ബാക്കി ആരും ഒന്നും പറയത്തില്ല. നിങ്ങൾ അവർക്ക് കൈക്കൂലി കൊടുത്താൽ മതി. സ്റ്റാലിൻ മുഖ്യമന്ത്രി, കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്ന ഇവർ പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല. കേരളത്തിൽ അങ്ങനല്ല. അഴിമതിയും ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഒരു സാധാ LC സെക്രട്ടറി വിചാരിച്ചാലും സ്റ്റേറ്റ് സെക്രട്ടറി അട്ടിമറിക്കാം. കേരളത്തിൽ വലിയ ജനാധിപത്യമാണ് അഴിമതിയുടെ കാര്യത്തിൽ. അതുപോട്ടെ, ഞാൻ സത്യം പറഞ്ഞ വിഷയത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറി. അപ്പം ഈ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന 7 ക്ലസ്റ്ററുകളാണ്. ഈ 7 ക്ലസ്റ്ററുകളിൽ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനം
അതിന്റെ നേതൃസ്ഥാനത്ത് അതുമായിട്ട് കണക്ട് ചെയ്ത ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ആകാം, കോ ലീഡ് എന്ന് പറയും. അപ്പൊ ഇവരെല്ലാം കൂടെ സഹകരിച്ചിട്ടായിരിക്കും ഈ ക്ലസ്റ്ററിൽ വ്യവസായം കൊണ്ടുവരുന്നത്. അതിനോടനുബന്ധിച്ച് പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പാർട്ട്ണറായിരിക്കും. IIT-കള്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതല്ലെങ്കിൽ പ്രഗത്ഭമായ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇങ്ങനെയുള്ളവർ ഇതിന്റെ ഒരു ഭാഗമായിരിക്കും. അങ്ങനെ ഉള്ള പല രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ക്ലസ്റ്ററുകളുടെ പിന്നിൽ ഉണ്ടാവാൻ പോകുന്നത്. ഈ ക്ലസ്റ്ററുകളിലേക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായം വരും. കേന്ദ്ര സർക്കാരായിരിക്കും ഭൂരിഭാഗം പൈസയും മുടക്കുന്നത്. അങ്ങനെ അവിടേക്ക് ആ വ്യവസായ പാർക്ക് പോലെ ഇവിടെ ഭൂമി അക്വയർ ചെയ്യാനായിട്ട് സ്വകാര്യ മേഖല വരും. സ്വകാര്യ മേഖല വരുമ്പോൾ അവർക്ക് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ DRDO, ISRO, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളോ IIT-കളോ പോലുള്ള സ്ഥാപനങ്ങൾ വരും. അങ്ങനെ പല തട്ടുകളിലായിട്ട് പല മേഖലകളിൽ നിന്നുള്ള വിദഗ്ധര് അടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും ഇതിന്റെ സമഗ്രമായ വികസനത്തിനുള്ള ഒരു നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം കർണാടകത്തിന്റെ ക്ലസ്റ്റർ വരുവാണ്. കർണാടകത്തിന്റെ കോ ലീഡ് എന്ന് പറഞ്ഞ രാജസ്ഥാൻ. തൊട്ടടുത്ത സംസ്ഥാനമൊന്നും ആവണമെന്നില്ല, മറ്റൊരു സംസ്ഥാനമായിരിക്കും. അവരായിരിക്കും കുറെ പൈസ ഇത് മുടക്കുന്നത്, അല്ലെങ്കിൽ കുറെ രീതിയിലുള്ള ആനുകൂല്യം കൊടുക്കുന്നത്. ഈ കർണാടകത്തിലെ ക്ലസ്റ്ററിലെ IIT കാൺപൂര്, IIT റൂർക്കി, IIT ജമ്മു, ഈ 3 IIT-കളായിരിക്കും ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഉത്തർപ്രദേശ് ക്ലസ്റ്ററിലെ ജാർഖണ്ഡിനെയാണ് കോ ലീഡായിട്ട് വെച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര ക്ലസ്റ്ററിന് മധ്യപ്രദേശ് ആയിരിക്കും കോ ലീഡ്. IIT മുംബൈ ആയിരിക്കും അതിന്റെ ടെക്നിക്കൽ പ്രൊവൈഡർ. പഞ്ചാബ് ഹരിയാനയും കൂടെ ചേർന്നിട്ട് ഇതുപോലെ ഒരു ക്ലസ്റ്റർ. ഗുജറാത്ത് ക്ലസ്റ്ററിന്റെ കോ ലീഡ് ഒഡീഷ. IIT ചെന്നൈ ആണ് അതിന്റെ ടെക്നിക്കൽ പ്രൊവൈഡർ. ആസാം മറ്റൊരു ക്ലസ്റ്റർ ആസാമിനാണ്. ആസാമിന് സഹായം കൊടുക്കുന്നത് മറ്റ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിലാണ് ഇത് പ്രവർത്തിക്കാൻ പോകുന്നത്. ഫണ്ടിന്റെ ഷോർട്ടേജ് ഒരു കാരണവശാലും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ഇന്ത്യയിൽ മുതൽ മുടക്കാനായിട്ട് വിദേശ കമ്പനികൾ വലിയ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ്, തമിഴ്നാട്ടിൽ ഇപ്പൊ തന്നെ അവർക്ക് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുപോലെ ഹൈദരാബാദ്, തെലങ്കാന എന്ന സംസ്ഥാനം ഇപ്പോ പ്രതിരോധ മേഖലയിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഇത് നമ്മൾ നോക്കുമ്പോൾ വിദേശത്തു നിന്നും ഇത്തരം കമ്പനികൾ എന്തുകൊണ്ട് കേരളത്തിലോട്ട് വരുന്നില്ല? ഇവരാരും കേരളത്തിൽ ഇങ്ങനെ സ്വമേധയാ ഇങ്ങനെ എത്തത്തില്ല. ഇവരെ പോയി വിളിച്ചുകൊണ്ട് വരണം. ഇപ്പൊ ഫവസ് ചോദിച്ചല്ലോ കേരളത്തിൽ എന്തുകൊണ്ട് ഇല്ല. ഇവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിന് കേന്ദ്രത്തിൽ വലിയ സമ്മർദ്ദ ശക്തി ഇല്ല. അത് BJP ഭരിക്കുമ്പോഴായി, അതിനു മുമ്പ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഈ ദേശീയ തലത്തിൽ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നേതാക്കന്മാര് കേരളത്തിൽ നിന്നുണ്ടാവണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കാം, KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ KC വേണുഗോപാലില്ലേ? ഉണ്ട്, ശരിയാണ്. പക്ഷെ KC വേണുഗോപാല് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളാണെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കേരളത്തിന്റെ ഒരു പ്രൊഫൈൽ ചെറുതാണ്. അതായത് വെറും 20-50 MP-മാരുള്ള ഒരു സംസ്ഥാനമാണ്. ജനസംഖ്യ കുറവാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം. 42 MP-മാർ. ഈ കർണാടകത്തിനും ഈ ഒരു ക്ലൗട്ടുണ്ട്. ഈ ക്ലൗട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം, കർണാടകത്തിന്റെ ഏറ്റവും വലിയ ക്ലൗട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ധനികമായ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ GST പിരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. മഹാരാഷ്ട്രയും കർണാടകമാണ് മാറി മാറി അവർ വരും. ഇത്തരം ഒരു USP നമുക്കില്ല. നമുക്ക് പിന്നെ നമ്മൾ നേടിയെടുക്കേണ്ടത് നിരന്തരമായ ലോബിയിങ്ങിലൂടെ. ആ ലോബിയിങ് നടത്തുക. ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ കാര്യം എടുത്തു നോക്കുക. തമിഴ്നാടിന്റെ ലോബിയിങ്ങിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യം പഠിക്കേണ്ടത്. നമ്മളിവിടെ കുറെ മാധ്യമ ചർച്ച നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറെ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ചുകൊണ്ടോ ഒന്നും കാര്യം കിട്ടത്തില്ല. നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നമുക്ക് ലോബി കൃത്യമായിട്ട് നമുക്ക് പല കേന്ദ്രങ്ങളിലും നമ്മുടെ ആൾക്കാർ ഉണ്ടാവണം. നമുക്ക് വരേണ്ട ഒരു പ്രോജക്റ്റ് അട്ടിമറിക്കപ്പെടുമ്പോൾ മുൻകൂട്ടി അത് നമ്മളെ അറിയിക്കുകയും അതിനെ തടയിടാനുള്ള സംവിധാനം കേരളം ചെയ്യുകയും ചെയ്യണം. എന്നോട് വ്യവസായ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. ശരിക്കും ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാര്യത്തിൽ
അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കി, അദ്ദേഹത്തിന് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി, BMW ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹമാണ്. ആ സമയത്തിൽ ആന്റണി മന്ത്രിയായിരുന്ന കാലത്ത്, ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ നിന്നും ഒരു പ്രതിനിധി സംഘത്തെ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാര് ജർമ്മനിയിൽ അന്ന് എന്തോ ഒരു മലയാളികളുടെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പോ കേരളത്തിൽ നിന്നും ഉന്നത തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ, ടെക്നിക്കൽ എക്സ്പെർട്ട് സംഘത്തെയും അദ്ദേഹം കൊണ്ടുപോയിട്ട് ഈ BMW ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ചർച്ച നടത്തി. അപ്പോ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞു, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്യവസായ മന്ത്രി നീക്കം നടത്തുന്നത്. കാരണം അതുവരെ ആരും അങ്ങനെ അങ്ങോട്ട് പോയ ഒരാളിനെ ക്ഷണിക്കാമെന്നോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് അത് കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇദ്ദേഹം അത് ചെയ്ത് BMW വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല സംഘം കേരളത്തിലെത്തി. അവർ കൊച്ചി സന്ദർശിച്ചു. കളമശ്ശേരിയിലെ കിൻഫ്ര പാർക്കിന്റെ ഒരു ഭാഗമാണ് അവർക്ക് വേണ്ടി നീക്കിവെച്ചത്. സ്ഥലം പോരായിരുന്നു, അവർക്ക് 100 ഏക്കറെങ്കിലും വേണം. കേരളം കൊടുക്കാമെന്ന് പറയുന്നത് 30 ഏക്കറാണ്. അത് അവർക്ക് ആദ്യം തന്നെ അതിൽ ചില വിയോജിപ്പുണ്ടായി. പക്ഷെ എങ്കിലും അക്കാര്യത്തിൽ എന്ത് ത്യാഗം സഹിച്ചും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാമെന്നുള്ള ഒരു ധാരണയിലെത്തി. പക്ഷേ അവിടെ മറ്റൊരു കുഴപ്പമുണ്ടായി. ഈ സംഘം കൊച്ചിയിൽ എത്തിയത് അറിഞ്ഞിട്ട് പെട്ടെന്ന് മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ രഹസ്യമായിട്ട് ഒരു സംഘം കേരളത്തിലെത്തിയിട്ട് ഇവരുമായിട്ട് രഹസ്യമായിട്ട് സംഭാഷണം. തമിഴ്നാട്ടിലെ 300 ഏക്കർ ഭൂമി ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് തമിഴ്നാട് സർക്കാർ അവരെ കൺവിൻസ് ചെയ്തു. പൂനെയിലെ അതുപോലെ 150-200 ഏക്കറോളം ഭൂമി മഹാരാഷ്ട്ര സർക്കാരും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് അവർക്ക് വാഗ്ദാനം ചെയ്തു. രായ്ക്ക് രാമൻ അവർ കേരളത്തിൽ നിന്ന് മുങ്ങി. അതായത് കേരളം ക്ഷണിച്ചോണ്ട് വന്ന ആൾക്കാരാണ്. പക്ഷെ രണ്ട് സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇപ്പം മത്സരമാണ്. അതൊക്കെ തെറ്റാണെന്ന് അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചും അതിന്റെ അതിന്റെ ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ ഉള്ള നെടുങ്കൻ ചർച്ചകൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിനെ തടയാനോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഓഫറിനേക്കാൾ ബെറ്റർ ഓഫർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ബെറ്റർ ഓഫർ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ബെറ്റർ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ എന്താ ചോദിക്കാൻ വന്നല്ലോ ചോദിക്കും. ഞാൻ ഈ കിറ്റെക്സ് സാബു വരെ കേരളത്തിൽ നിന്ന് തെലങ്കാനയിലോട്ട് വേര് മറിച്ചിട്ടുള്ള ഒരു കാരണം പറഞ്ഞതായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും ഇവിടെയുള്ള വ്യവസ്ഥകളും സർക്കാർ എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റുമുട്ടുന്നതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയുണ്ട്. കേരളത്തിൽ ട്രേഡ് യൂണിയൻ, സത്യം പറഞ്ഞാല് കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഒരു വ്യവസായവും കേരളത്തിൽ നിന്ന് പോയത് ട്രേഡ് യൂണിയൻ സമരം നിമിത്തമല്ല. ട്രേഡ് യൂണിയനുകൾ കേരളത്തിൽ ഒരുപാട് മാറി. കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇടനിലക്കാരുടെ ഒരു സംഘമാണ്, മാഫിയ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു വീട് വാങ്ങിക്കാനായിട്ട് ഇപ്പം ഫവസിന് എറണാകുളത്ത് ഒരു വീട് വാങ്ങിക്കാൻ ഒരു നല്ലൊരു ലൊക്കേഷനിൽ പോയി പെട്ടെന്ന് എവിടുന്നോ ആൾക്കാർ നിങ്ങളുടെ ചുറ്റും വരും. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിഹിതം ചോദിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള മാഫിയകൾ, അതിൽ പോലീസുകാരുണ്ട്, റവന്യൂ ഓഫീഷ്യലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇത്തരം മാഫിയകളാണ് കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിടത്തും തൊഴിലാളി യൂണിയനുകളല്ല, പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മാഫിയകൾ, കേരളത്തിലെ രാഷ്ട്രീയ മാഫിയകളാണ് ഇപ്പൊ അദാനിയും യൂസഫ് അലിയും ഒക്കെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവര് ഇതിനെയൊക്കെക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. യൂസഫ് അലിയുടെ ലുലുവിൽ പോയിട്ട് കാശ് ചോദിക്കാൻ ധൈര്യമുള്ള ഒരാളും ഒരു മാഫിയയും കേരളത്തിലില്ല. അദാനിയുടെ ഗേറ്റിനുള്ളിലേക്ക് ഒന്ന് നോക്കാൻ പോലുള്ള ധൈര്യമുള്ളവർ കേരളത്തിലില്ല. അപ്പോ അങ്ങനെയുള്ള ലെവലിലുള്ളവർക്ക് കേരളം സ്വർഗമാണ്. കാരണം അവർക്ക് ഒന്നും പേടിക്കണ്ട, അവർക്ക് ബെസ്റ്റ് സംസ്ഥാനം കേരളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ലാത്ത ഒരു ഇൻവെസ്റ്റർക്ക് ഒരു 500 കോടിയോ 1000 കോടിയോടെയോ അല്ലെങ്കിൽ ഒരു 2000 കോടിയുടെ ഒക്കെ ആസ്തിയുള്ള ഒരാളിന് കേരളം നരകമായിരിക്കും. കാരണം അവരെയൊക്കെ ഇവിടുത്തെ മാഫിയകൾ കൈകാര്യം ചെയ്യും. നിങ്ങൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അധോലോകത്തിന്റെ അധോലോകമാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. കേരളത്തിൽ ഇവരൊക്കെ വന്ന് നിങ്ങളുടെ കാലേ വീഴും. കാരണം ഇവർക്കൊക്കെ പേടിയുള്ളവരുമാണ്. ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ എപ്പോഴും പേടിയുള്ളവരാണ്. എന്തായാലും ശരി, ദൗർഭാഗ്യവശാല് BMW യൂണിറ്റ് അന്ന് ഞാൻ പറഞ്ഞ പോലെ കേരളത്തിന് കിട്ടിയില്ല. കേരളത്തിൽ നിന്ന് പുറത്തു പോയി. അതിന്റെ ഒരു യൂണിറ്റ് തമിഴ്നാട്ടിൽ പോയി. മറ്റു ചില അനുബന്ധ ഘടകങ്ങൾ ഉണ്ടാകുന്ന യൂണിറ്റ് പൂനെയിൽ വന്നു.
ഇപ്പൊ പൂനെയിൽ യൂണിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിർമ്മാണ യൂണിറ്റ് ഉണ്ടോ എന്നും എനിക്ക് സംശയവും. എന്തായാലും കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാല് ഇത്തരം വിഷയങ്ങളില് കേരളം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളത് മലയാളികൾ, കേരളത്തിന്റെ ഭരണാധികാരികളും ഒരു ആത്മവിചിന്തനം, ആത്മപരിശോധന നടത്തിയിട്ട് അതിൽ പാളിച്ച വരുന്ന കാര്യങ്ങൾ നമ്മൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കേരളത്തിന് ഏറ്റവും പറ്റിയ ഒരു വ്യവസായമാണ് പ്രതിരോധ മേഖല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്കിൽഡ് ആൾക്കാർ ഉണ്ട്. പക്ഷേ ഈ മേഖലയിലെ ചിലർ പറയുന്നത് കേരളത്തിൽ സ്കിൽഡ് ആൾക്കാരില്ലെന്നാണ്. ബാംഗ്ലൂരിൽ ചെന്നാൽ എല്ലാ മേഖലകളിലും സ്കിൽഡ് ആൾക്കാരെ കിട്ടും, കേരളത്തിൽ കിട്ടില്ല എന്നാണ് ഒരു IT വ്യവസായി എന്നോട് പറഞ്ഞത്. എന്തായാലും ഇതൊരു കണ്ണു തുറപ്പിക്കണം നമ്മുടെ പല കാര്യത്തിലും എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.